السلام عليكم ورحمة الله. الحمد لله كفى والصلاة والسلام على من اصطفى. وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونادى أصحاب النار أصحاب الجنة أن أفيضوا من الماء أو مما رزقكم الله قالوا حرمهما على الكافرين. صدق الله. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പള്ളിയിൽ ഇതുപോലെ തറാവീഹ് നമസ്കരിക്കുവാൻ ശേഷം അവൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അല്പം അവനെക്കുറിച്ചുള്ള ചില ചിന്തകൾ, ചർച്ചകൾ, ഏറെ പുണ്യം നിറഞ്ഞ ഈ രാവുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ ചെറുതും വലുതുമായ കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സദസ്സുകൾ, 4 കാര്യങ്ങളാണ് അത്തരത്തിലുള്ള ഒരു സദസ്സിനെ കുറിച്ച് റസൂൽ പറഞ്ഞത്. നസലത്ത് അലൈഹിമുസ് സക്കീന, സമാധാനം, സക്കീനത്ത് ആ സദസ്സിൽ വന്ന് ഇറങ്ങുന്നതാണ്. ഗശിയഹുമുർ റഹ്മ, അവരെ റഹ്മത്ത് ആവരണം ചെയ്യും. പണ്ഡിതന്മാർ സൂചിപ്പിച്ചതനുസരിച്ച് നമ്മൾ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ച ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞു പോയത്. അല്ലാഹു എല്ലാ റഹ്മത്തും നമ്മളിൽ വർഷിക്കുമാറാവട്ടെ. അപ്പൊ രണ്ടാമത്തത് ഗശിയഹുമുർ റഹ്മ, റഹ്മത്ത് അവരിൽ വന്നിറങ്ങും. 3 ഹഫ്ഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ ആവരണം ചെയ്യും. 4-മതായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് ദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഈ സദസ്സിനെ കുറിച്ച് അഭിമാനത്തോടു കൂടി സംസാരിക്കുമെന്നാണ്. വളരെ പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ. നസലത്ത് അലൈഹിമുസ് സക്കീന, ശാന്തി ആ സദസ്സിൽ വന്നിറങ്ങും. ഗശിയഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് ആ സദസ്സിൽ ആവരണം ചെയ്യും. ഹഫ്ഫത്തുഹുമുൽ മലായിക, മലക്കിന്റെ സാന്നിധ്യം, മലായികത്തുകളുടെ സാന്നിധ്യം ആ സദസ്സിൽ ഉണ്ടായിരിക്കും. മാത്രവുമല്ല ദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, ഇവരെ കുറിച്ച് മലക്കുകളോട് അള്ളാഹു സംസാരിക്കുകയും ചെയ്യും. അത്തരത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദിനരാത്രങ്ങൾ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഓരോ ദിവസങ്ങളും സ്വർഗത്തിലേക്ക് നമുക്ക് എത്രമാത്രം അധ്വാനിക്കുവാനും കൂടുതൽ കൂടുതൽ അടുക്കുവാനും സാധിച്ചു എന്നത് വിചാരണ ചെയ്യേണ്ട ദിനരാത്രങ്ങളാണ് ഓരോന്നും. സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി കഷ്ടപ്പെടുക, അതിൻ്റെ ആളുകളായി തീരുക എന്നുള്ളതാണ് ഈ വിലപ്പെട്ട സമയങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത്. റമദാനെ കുറിച്ച് സൂചിപ്പിച്ചിടത്തൊക്കെ ഹദീസിൽ പറയുന്നത് മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബൻ. ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഈമാൻ വഹ്തിസാബ്, ഈമാനോട് കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും, ഈമാനോട് കൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ഇത് അടിവരായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല ചൂടുള്ള സമയങ്ങളാണ്. നോമ്പിനും തറാവീഹിനും ഒക്കെ ക്ഷീണവും ആലസ്യവും നമ്മെ പിടികൂടുന്ന സമയമാണ്. യുദ്ധത്തിന്റെ ഘട്ടത്തിൽ സത്യവിശ്വാസികൾ ജിഹാദിന് വേണ്ടി പുറപ്പെടുമ്പോൾ കപടവിശ്വാസികൾ പറയുന്നുണ്ട് ലാ തൻഫിറു ഫിൽ ഹർ, ഇത്രയും കാഠിന്യമേറിയ ചൂടിൽ നിങ്ങൾ പുറപ്പെടേണ്ടതില്ല. അള്ളാഹു അവരോട് പറഞ്ഞു കുൽ
നാറു ജഹന്നമ അശദ്ദു ഹർറാ. നിങ്ങൾ അറിയണം, നിങ്ങളീ പറയുന്ന ചൂടുണ്ടല്ലോ, നരകത്തിന്റെ ചൂട് ഇതിനേക്കാൾ അതികഠിനമാണെന്ന് നിങ്ങൾ ഓർക്കണം എന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോ റാഫിയ ബിൻ ഖദീജും സമ്റത്ത് ബിൻ ജുന്ദുബും 9-11 വയസ്സുള്ള കുട്ടികളാണ്. അതിൽ അള്ളാഹുവിന്റെ റസൂൽ റാഫിയ ബിൻ ഖദീജിന് യുദ്ധത്തിനുള്ള അനുവാദം കൊടുത്തു. സമ്റത്ത് ബിൻ ജുന്ദുബ്, അവനേക്കാൾ കുട്ടിയായ സമ്റത്ത് ബിൻ ജുന്ദുബ് അമ്മാവനോട് പോയി കംപ്ലൈന്റ് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ റാഫിയ ബിൻ ഖദീജിന് അനുവാദം കൊടുത്തു, പക്ഷേ എനിക്ക് തന്നില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ റാഫിയനെ പരാജയപ്പെടുത്തും. ഈ കംപ്ലൈന്റ് കേട്ടപ്പോൾ റസൂൽ രണ്ടുപേരെയും വിളിപ്പിച്ചു. എങ്കിലൊന്ന് കാണട്ടെ, നിങ്ങളൊന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞു. സമ്റത്ത് പറഞ്ഞതുപോലെ തന്നെ സമ്റത്ത് റാഫിയനെ പരാജയപ്പെടുത്തി. രണ്ടുപേരെയും അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി എടുത്തു. ജിഹാദിലേക്കുള്ള താല്പര്യപൂർവം അന്നത്തെ ആ തലമുറ എങ്ങനെയായിരുന്നു സ്വർഗത്തിലേക്ക് ഓടിയെടുത്തത് എന്ന ചെറിയ കുട്ടികൾ പോലും അതിന് കാണിച്ചിരുന്ന ഔത്സുക്യം വിവരണാതീതമാണ്. സ്ത്രീകളും കുട്ടികളും എല്ലാം. ഖൻസ റളിയല്ലാഹു അൻഹ മഹദി ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ച ഒരു സ്ത്രീയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ അവരുടെ ഒരു സഹോദരൻ സഖർ മരണപ്പെടുന്നുണ്ട്. ഈ മരണപ്പെട്ട സഖറിന്റെ പേരിൽ അവർ നല്ല സാഹിത്യകാരി കൂടിയായിരുന്നു. സഖറിന്റെ പേരിൽ വിലാപകാവ്യം പാടി നടന്ന ആ പാട്ടുകൾ അറബി സാഹിത്യം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നും ഖൻസായിന്റെ കവിതകൾ പഠിക്കുന്നുണ്ട്. അവരാ സഹോദരനെ കുറിച്ച് പാടുകയാണ്. ആയിനയ്യ ജൂദം വലാ തജമ്മുദ അലാ തബ്കിയാനിൽ ജവാദൽ ജമീൽ അലാ തബ്കിയാനിൽ ഫത സയ്യിദ. യുവാവായിരുന്ന യുവകോമളനായിരുന്ന സ്വക്കറിന് വേണ്ടി നിങ്ങൾ എന്റെ രണ്ട് കണ്ണുകളെ നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നില്ല? വളരെയധികം ധർമ്മിഷ്ഠനും ഔദാര്യവാനുമായിരുന്നല്ലോ സക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം വരികളിലൂടെ, അർത്ഥഗർഭമായ വരികളിലൂടെ, സാഹിത്യ സമ്പൂർണമായ വരികളിലൂടെ ഖൻസാഹ് പാടിയ പാട്ടുകൾ ഇന്നും അറബി സാഹിത്യം പഠിക്കുന്ന കുട്ടികൾ യൂണിവേഴ്സിറ്റികൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അതേ ഖൻസാഹ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കിട്ടി ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം 4 മക്കളും ഖാദിസിയ യുദ്ധത്തിലേക്ക് യാത്ര അയച്ചുകൊണ്ട് ആ ഖാദിസിയ യുദ്ധത്തിൽ ഷഹീദുകളാകുന്നുണ്ട്. രക്തസാക്ഷികളായ 4 മക്കളുടെയും മയ്യത്തുകൾ നിരത്തിക്കിടത്തി ആ മയ്യത്തുകൾ നോക്കിക്കൊണ്ട് ഖൻസാഹ് പറയുന്ന ഒരു വാക്യമുണ്ട് ചരിത്രത്തിൽ. അൽഹംദുലില്ലാഹ് ശറഫനി ബിഖത്ലിഹിം. 4 രക്തസാക്ഷികളുടെ മാതാവ് എന്ന ബഹുമതിക്ക് എന്നെ അർഹതനാക്കിയ നാഥ, അൽഹംദുലില്ലാഹ്, നിനക്ക് സ്തുതി. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഖൻസായിൽ നിന്നും ഇസ്ലാമിയ കാലഘട്ടത്തിലേക്ക് വന്ന ഖൻസായിന്റെ മാറ്റം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. ഓരോ ദിവസവും ഓരോ നോമ്പുകൾ നഷ്ടപ്പെടുമ്പോ, നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോ ഒരു പക്ഷേ നമ്മൾ ഓർക്കേണ്ടത് ഇതെന്റെ അവസാനത്തെ റമദാൻ, അവസാനത്തെ റമദാനിന്റെ ദിനരാത്രങ്ങൾ, ഇനിയൊരു 11ാമത്തെ തറാവീഹ് റമദാനിൽ എനിക്ക് കിട്ടാനില്ല എന്ന ചിന്തയോടുകൂടി ആയിരിക്കണം സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കാൻ ഇനിയൊരു പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് റമദാൻ കിട്ടിക്കൊള്ളണമെന്നില്ല. എന്റെ ജീവിതത്തിലെ വിടവാങ്ങുന്ന റമദാനായിരിക്കാം ഒരു പക്ഷേ ഇത് എന്ന നീയത്തോടു കൂടിയാണ് സഹോദരന്മാരെ ഓരോ റമദാനുകളും നമ്മൾ നിന്ന് വിട പറയേണ്ടത്. ഓരോ റമദാനിനെയും നമ്മൾ യാത്രയാക്കേണ്ടത്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം, പരലോകത്തെ ആളുകൾ വരുന്ന സമയത്ത് പരലോകത്തെ ചിത്രം വിവരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു,
വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ ഇന്നാ മൂഖിനൂൻ. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം, തലകീഴായി നിൽക്കുന്ന രംഗം. പരലോകത്തെ കുറ്റവാളികൾ വന്നുകൊണ്ട് തലകീഴായി നിൽക്കുന്ന രംഗമെങ്ങാനും പ്രവാചകരെ താങ്കൾ കണ്ടിരുന്നെങ്കിൽ അവര് പറയും, റബ്ബനാ അബ്സർനാ വസമഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹാ. നാഥാ, ഞങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരവസരം കൂടി തരുമോ? നഅമൽ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം. അള്ളാഹുവിന്റെ മറുപടി, കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. ഇതൊരു വർത്തമാനം മാത്രമാണ്. ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവലം നുഅമ്മിറുക്കും മൻ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. മുന്നറിയിപ്പ് നൽകുന്ന മുന്നറിയിപ്പുകാർ, താക്കീത് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വന്നില്ലായിരുന്നോ എന്ന് പരലോകത്തെ വിളിച്ചു ചോദിക്കുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി തയ്യാറെടുത്ത് വരുന്ന സഹാബികൾ. എന്നാൽ കപടവിശ്വാസികൾ പല ഞൊണ്ടിന്യായങ്ങളും പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ജിഹാദിൽ നിന്ന്, യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള അവസരങ്ങളും തക്കം പാർത്ത് ഇരിക്കുന്ന സമയം. എന്നാൽ ഈമാനുള്ള തഖ്വയുള്ള സത്യവിശ്വാസികൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിച്ചു വരുന്ന ചിത്രം സൂറത്ത് തൗബയിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി തവല്ലൗ വഅയ്യുനുഹും തഫീദു മിനദ്ദം അല്ലാ യജിദു മാ യുൻഫിഖൂൻ. റസൂലേ, താങ്കളുടെ അടുക്കൽ വരുന്ന സ്വഹാബികൾ, ഇദാ മാ അതൗക ലിതഹ്മിലഹും, താങ്കൾ അവരെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി അവർ താങ്കളുടെ അടുക്കൽ വരുന്നു. താങ്കൾ പറയുന്നു, ഖുൽത ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി, നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരു വഴിയും ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. തവല്ലൗ വഅയ്യുനുഹും തഫീദു മിനദ്ദം. റസൂല പറയുന്ന വർത്തമാനം കേട്ടുകൊണ്ട് രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്. തഫീദു മിനദ്ദം ഹസന അല്ലാ യജിദു മാ യുൻഫിഖൂൻ. അവരുടെ കയ്യിൽ ജിഹാദ് ചെയ്യാൻ, പുറപ്പെടാൻ, ആയുധങ്ങൾ വാങ്ങാൻ, യാത്ര ചെയ്യാൻ, അതിനുള്ള ഒട്ടകങ്ങൾ, ഭക്ഷണം, ഇതിനുള്ള ഒരു വഴിയും അവർ കാണുന്നില്ല. ലാ അജിദു മാ അഹ്മിലുക്കും അലൈഹി. റസൂൽ കൈമലർത്തുകയാണ്. ആ നിസ്സഹായ അവസ്ഥയിൽ മനംനൊന്തുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, ജിഹാദിന് ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്ന് വിലപിച്ചുകൊണ്ട് തിരിച്ചു പോകുന്ന സഹാബികൾ. അവരെ കുറിച്ച് ഖുർആൻ പറയുന്നത്, ചരിത്രത്തിൽ വിശേഷിക്കപ്പെടുന്നത് അൽ ബുക്കാഊൻ, നിലവിളിച്ചവർ എന്നാണ്. അൽ ബുക്കാഊൻ. ഇതേ സൂറത്തു തൗബയിൽ കപടവിശ്വാസികളെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. വലൗ അറാദുൽ ഖുറൂജ ലഅദ്ദു ലഹു ഉദ്ദ വലാകിൻ കരിഹല്ലാഹും ബിഅസഹും ഫസബ്ബതഹും വഖീല ഖുദൂ മഅൽ ഖാഇദീൻ. കപടവിശ്വാസികൾ എങ്ങനെയെങ്കിലും ജിഹാദിൽ നിന്നും മുങ്ങാനുള്ള അവസരം തക്കം പാർത്ത് നടക്കുന്ന ആളുകൾ. ഖുർആൻ അവരെ പറ്റി പറയുകയാണ്, വലൗ അറാദുൽ ഖുറൂജ ലഅദ്ദു ലഹു ഉദ്ദ. ഈ ജിഹാദിനെ, തബൂക്ക് യുദ്ധത്തിന് വരാൻ അവർക്കെങ്ങാനും മനസ്സിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ അവർ മുൻകൂട്ടി അതിനു വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്യുമായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു നിയ്യത്തില്ല. വലാകിൻ കരിഹല്ലാഹും ബിഅസഹും. അതെ, അവർ പുറപ്പെടുന്നതിനെ അള്ളാഹു വെറുത്തു. നിങ്ങൾ പുറപ്പെടേണ്ടതില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചു. വഖീല ഖുദൂ മഅൽ ഖാഇദീൻ. നിങ്ങൾ ഇരിക്കുന്നവരോടൊപ്പം അവിടെ ഇരുന്നു കൊള്ളൂ. ബലഹീനരായ, രോഗം ബാധിച്ച, അബലകളായ സ്ത്രീകളെ പോലെയുള്ള, കുട്ടികളെ പോലെയുള്ള ആളുകൾ യുദ്ധത്തിന് വരാതെ മാറിയിരിക്കുന്ന അവരോടുകൂടെ നിങ്ങളും ഇരുന്നു കൊള്ളൂ എന്ന് അള്ളാഹു അവരോട് പറഞ്ഞു. സ്വർഗത്തിൽ അവസരം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ.
സ്വർഗത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ പോകുന്ന ആളുകൾ. സഹോദരന്മാരെ, പരലോകത്ത് സ്വർഗാവകാശികളെയും നരകാവകാശികളെയും തീരുമാനിക്കപ്പെടുമ്പോൾ നരകവാസികൾ സ്വർഗവാസികളെ വിളിച്ചു പറയും, അല്ലാഹു നിങ്ങൾക്ക് തന്ന പാനീയമോ ഭക്ഷണമോ ഞങ്ങൾക്ക് നിങ്ങൾ വല്ലതും തരുമോ? ഇല്ല, ഇത് നിഷേധികൾക്ക് നിഷിദ്ധമാക്കിയതാണ്. അതീവ ചൂടുള്ള അതിശക്തമായ ഉഷ്ണത്തിൽ വലഞ്ഞു നിൽക്കുന്ന നരകവാസികൾ, കത്തിക്കരിയുന്ന തീയിൽ വെന്തു നീറുമ്പോൾ അവരുടെ ചോദ്യമാണ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന ഭക്ഷണപാനീയങ്ങൾ ഒരൽപ്പം ഞങ്ങൾക്കും നൽകുമോ? എന്നിട്ട് ഇവരുടെ വിശദീകരണം പറയാം. എന്തുകൊണ്ടാണ് ഇവർക്ക് നിഷിദ്ധമാക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് ഇവർ നരകത്തിന്റെ അവകാശികളായി തീർന്നത്? അല്ലദീന തഖദൂ ദീനഹും ലഹ്വം വലഅബാ, ദീനിനെ ലഹുവും ലഅബുമാക്കി കളഞ്ഞു. കളി വിനോദങ്ങൾ തമാശയാക്കി കളഞ്ഞു. മതത്തെ നാടോടുമ്പം നടുവേ ഓടുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു. പ്രവാചകന്മാർ ഈ ദീനിൽ കാണിച്ച ഗൗരവം അത് തീരെ ഉണ്ടായില്ല. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് തന്റെ വസ്ത്രം പുറത്തു നിന്നും ഉയർത്തി കാണിച്ചുകൊണ്ട് തന്റെ യജമാനൻ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് ദണ്ടുകൾ ശരീരത്തിൽ അടിച്ചതിന്റെ നീളത്തിലുള്ള ആഴത്തിലുള്ള പാടുകൾ കാണിച്ചുകൊണ്ട് റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അലാ തദുല്ലാഹ ലനാ, റസൂലേ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? ആ സന്ദർഭം റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് പൂർവികർ ചില ആളുകൾ യൂളവൽ മിൻഷാറു ഫൗക റഅസിഹി, ഈർച്ചവാളുകൾ അവരുടെ മൂർധാവിൽ വെക്കുകയും ഫയശഖു ശഖൈൻ, രണ്ട് പാളികളാക്കി അവരെ ഈർന്നു മുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വയൂളവൽ മിൻഷാർ ഫയുംശതു ബി മിൻഷാത്തിൽ ഹദീദ്, മറ്റു ചില ആളുകളെ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് ശരീരത്തിൽ നിന്നും എല്ലിൽ നിന്നും മാംസം വേറിടുന്ന രീതിയിൽ അവരുടെ ശരീരത്തിൽ മാംസം വാർന്നെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും അവരെ അവരുടെ തീരുമാനത്തിൽ നിന്ന്, അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറയുകയാണ്, സഹോദരന്മാരെ, ഈ മാർഗത്തിൽ പ്രവാചകന്മാർ സഹിച്ച ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദിന്റെ മാർഗത്തിൽ മത്സരിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അധ്വാനിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ഈ മാർഗത്തിൽ മത്സരിക്കാൻ തയ്യാറുള്ളവർ മത്സരിച്ചു കൊള്ളട്ടെ. അധ്വാനിക്കാൻ തയ്യാറുള്ളവർ അധ്വാനിച്ചു കൊള്ളട്ടെ. നമ്മളൊക്കെ ഖുർആനിന്റെ ആളുകളാണ്, ഖുർആൻ അനന്തരം വരുത്ത ആളുകളാണ്. നമ്മൾ വേദഗ്രന്ഥം അനന്തരമായി കൊടുത്ത ആളുകൾ, വേദം അനന്തരം ലഭിച്ച ആളുകളാണ് നമ്മൾ, വേദത്തിന്റെ ആളുകൾ. മിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ളാലിമുൻ ലിനഫ്സ്, സ്വന്തത്തോട് അതിക്രമം ചെയ്ത ആളുകൾ, അന്യായം ചെയ്ത ആളുകൾ, ഈ വേദഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ, ഖുർആനിന്റെ കാര്യത്തിൽ അലംഭാവവും അലസതയും കാണിച്ച ആളുകൾ. രണ്ടാമതൊന്ന്, കൂടുതൽ അക്രമം ചെയ്തിട്ടില്ല, കൂടുതൽ നന്മയും ചെയ്തിട്ടില്ല, മിതവാദികൾ. വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, മത്സരിച്ച് മുന്നേറിയ ആളുകൾ, അള്ളാഹുവിന്റെ വേണ്ടുകോൾ കൊണ്ട് മത്സരിച്ച് മുന്നേറിയ ആളുകൾ.
വസാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ. 3 വിഭാഗം ആളുകളാണ്, 3 ടൈപ്പാണ് ആളുകൾ. ഈ റമദാൻ എടുത്തു നോക്കൂ. ഈ റമദാനിൽ ഖുർആൻ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. രാത്രി നമസ്കാരത്തെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഓരോന്നും എടുത്തു നോക്കുമ്പോ ഇവിടെയൊക്കെ നമുക്ക് ലാലിമുൽ നഫ്സിനെ കാണാം, മുഖത്തസിദിനെ കാണാം. സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ, മഹാഭാഗ്യവാന്മാരായ ആളുകൾ. സാബിഖും ബിൽ ഖൈറാത്ത്. സാബിഖ്, മുസാബഖ എന്നൊക്കെ പറഞ്ഞാൽ അറബിയിൽ മത്സരിച്ച് മുന്നേറുക എന്നാണ്. ഇതൊരു മത്സരമാണ്. ഇതൊരു മത്സരമായി എടുത്താൽ പിന്നെ നമുക്ക് തറാവീഹ് ക്ഷീണം അനുഭവപ്പെടുകയില്ല, നോമ്പിന്റെ ദാഹവും വിശപ്പും നമുക്ക് അനുഭവപ്പെടുകയില്ല. ഖുർആൻ എടുക്കുമ്പോൾ അലസത നമ്മെ തൊട്ട് തീണ്ടുകയില്ല. ഇതൊരു മത്സരമാണ്. മത്സരമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കണം. സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. സാബിഖൂൻ, ഇവിടെയും സാബിഖൂൻ എന്നാണ് പറഞ്ഞത്. വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മത്സരിച്ച് മുന്നേറിയ മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ. സഹോദരന്മാരെ, അവരുടെ മാർഗത്തിൽ മത്സരിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യാൻ കഴിയുന്നത്ര കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും രാത്രി നമസ്കാരങ്ങളും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നബിയുടെ ഖിദ്മത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സഹാബി രാത്രിയിൽ 2 മണിക്കും 1 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് റസൂലിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അദ്ദേഹത്തോട് റസൂൽ ചോദിച്ചു, നിനക്കെന്ത് വേണം? പ്രത്യുപകാരമായിട്ട് ഞാൻ എന്ത് ചെയ്തു തരണം? നമ്മളൊക്കെ ആണെങ്കിൽ ദുനിയാവിന്റെ പല കാര്യങ്ങളും ഒരുപക്ഷെ ചോദിക്കും. ആ കിട്ടിയ ചാൻസ് ഇല്ല സ്വഹാബി ചോദിച്ചത്, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, എനിക്ക് സ്വർഗത്തിൽ താങ്കളോടൊപ്പം കഴിയണം. റസൂൽ ചോദിച്ചു, അവ ഗൈറ ദാലിക്. കാരണം ഇത് ഒരു ഒന്നൊന്നര ചോദ്യമായി പോയി. റസൂൽ ഇത്രത്തോളം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് സ്വർഗത്തിൽ കടക്കണമെന്നല്ല ചോദിച്ചത്, അസ്അലുക മുറാഫഖത ഫിൽ ജന്നായ, എനിക്ക് താങ്കളോടൊപ്പം സ്വർഗത്തിൽ കഴിയണം, പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കഴിയുക. റസൂലിനോടൊരു ചോദ്യം ചോദിക്കാൻ അവസരം കിട്ടിയപ്പോ അവിടെ ആ സ്വഹാബി കിട്ടിയ ചാൻസ് മുതലാക്കുന്ന ഒരവസരം. എന്നാൽ ഇന്നത്തെ ഔലിയാക്കന്മാരെ പോലെ, തങ്ങന്മാരെ പോലെ എങ്കിൽ നിന്ന് വന്നോളൂ, നിനക്ക് സ്വർഗമുണ്ട് എന്നൊന്നും പറഞ്ഞതല്ല റസൂൽ. റസൂല് പറഞ്ഞു, അഇന്നി ബികസ്റത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കണം, നിനക്ക് സ്വർഗമുണ്ട് എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലാണ്. റസൂലാണെങ്കിലും റസൂലിന് പരിമിതികളുണ്ട്. ഒരിക്കൽ റസൂല് പറഞ്ഞു, എന്റെ കാര്യം തന്നെ സ്വർഗപ്രവേശനം ഉറപ്പല്ല, താങ്കളുടെ കാര്യവും ഉറപ്പല്ലേ റസൂലേ? ഇല്ല, ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് ഉണ്ടെങ്കിൽ അല്ലാതെ. സഹോദരന്മാരെ, നമുക്കൊന്നും തന്നെ അള്ളാഹുവിന്റെ വിശാലമായ സ്വർഗത്തിൽ ഒരു പക്ഷേ കടന്നു കളയാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ നിസ്സാരമായ കർമ്മങ്ങളാണ്. ആ നിസ്സാരമായ കർമ്മങ്ങൾ കൊണ്ടാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുന്നത്. 950 വർഷം ദഅവത്ത് ചെയ്ത നൂഹ് നബി അലൈഹി ഇസ്ലാം, അതുപോലെയുള്ള പൂർവഗാമികളായ ആളുകൾ, അവരുടെ കൂടെയാണ് നമുക്ക് മത്സരിക്കേണ്ടത്. ഒരു പക്ഷെ അതിനായിരിക്കാം അള്ളാഹു 60-70 വയസ്സുള്ള നമുക്ക് ഇത്തരത്തിലുള്ള ലൈലത്തുൽ ഖദ്റുകളും റമദാനുകളും നിശ്ചയിച്ചത്. 70-700 ഒക്കെ ഇരട്ടി നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞത് 900-ഉം 1000-ഉം അതിലേറെയും ആയുസ് ജീവിച്ച നൂഹ് നബിയെ പോലെയുള്ള ആളുകളുടെ കൂടെ നമുക്ക് ഓടിയെത്താനായിരിക്കാം. ഇസ്തിഗ്ഫാർ നമ്മൾ അധികരിപ്പിക്കണം. നൂഹ് നബി അലൈഹി ഇസ്ലാം അക്രമികളായ, കുറ്റവാളികളായ, താന്തോന്നികളായ ആ ജനതകളോട് പറഞ്ഞത്, ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം, അള്ളാഹു ധാരാളമായി പുറത്തു കൊടുക്കും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ധാരാളം മഴ നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും. വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും അൻഹാറ, ധാരാളം സന്തതികളെയും സമ്പത്തുകളും നിങ്ങൾക്ക് അള്ളാഹു ഉൽപ്പാദിപ്പിച്ചു തരും.
ധാരാളം അരുവികൾ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒഴുക്കിത്തരും എന്ന് വെച്ചാൽ ഇസ്തിഗ്ഫാർ നടത്തിയാൽ അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമെന്നാണ് നൂഹ് നബി അലൈഹി ഇസ്ലാം ആ ജനതക്ക് നൽകുന്ന മുന്നറിയിപ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭയപ്പാടും പ്രതീക്ഷയും ഈ രണ്ടിന്റെയും ഇടയിലാണ് ഒരു വിശ്വാസിയുടെ ജീവിതം. അള്ളാഹുവിനെ കുറിച്ച് തികഞ്ഞ ഭയപ്പാടുണ്ട്, അങ്ങേയറ്റത്തെ പ്രതീക്ഷയുമുണ്ട്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. പാർശ്വഭാഗങ്ങൾ കിടക്കുന്ന കിടപ്പിൽ നിന്നും ആ ശയ്യയിൽ നിന്നും അവരറിയാതെ ഉയർന്നു പോകുന്നു. എന്തിനു വേണ്ടി? ഖൗഫൻ വതമഅ, ഭയപ്പാട് കൊണ്ടും പ്രതീക്ഷ കൊണ്ടും. അള്ളാഹു എന്നെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച പ്രതീക്ഷ, അള്ളാഹുവിന്റെ ശിക്ഷയിലെങ്ങാൻ ഞാൻ അകപ്പെട്ടു പോകുമോ എന്ന ഭയപ്പാട്. ഇത് രണ്ടും ഒരു വിശ്വാസിയെ ഒരേ സമയത്ത് പിടികൂടുന്ന രണ്ട് ഘടകങ്ങളാണ്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ ഒക്കെയും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കണം. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. അള്ളാഹുവിനോട് ധാരാളമായി സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഒരുപാട് പ്രാർത്ഥനകൾ. അള്ളാഹുവിന്റെ ഹുബ്ബ് നേടിയെടുക്കാൻ ഈ റമളാനിൽ നമുക്ക് സാധിക്കണം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വാസികൾക്ക് അള്ളാഹുവിനോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്. അള്ളാഹുവിനെ കാണുമ്പോൾ, അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോൾ, അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തോ ഒരു ഭീകര രൂപമല്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, അള്ളാഹുവിനോടുള്ള സ്നേഹം. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്. അള്ളാഹുവേ, നിന്റെ ഹുബ്ബിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, നിന്റെ സ്നേഹം ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക്. അള്ളാഹുവേ, നിന്നെ സ്നേഹിച്ച ആളുകളുടെ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. നിന്റെ ഹുബ്ബിലേക്ക് നീ എന്നെ അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സിനും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. ഈ ഭൂമിയിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ, രാപ്പകൽ ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഈ ഭൂമിയിലെ പ്രവർത്തനങ്ങൾ അതേറ്റെടുത്ത് ചെയ്യുക എന്നുള്ളത് അത് വിശ്വാസികൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. 100 കൂട്ടം വർക്കുകൾ, പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, അങ്ങനെ മറ്റുള്ള മേഖലയിൽ ഓരോ ദർശനങ്ങളുടെ വഴിയിലും ഓടിച്ചാടി നടക്കുന്ന ആളുകൾ. എന്നാൽ അള്ളാഹുവിന്റെ പ്രവർത്തനം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക് വഹുബ്ബ മൻ യുഹിബ്ബുക് വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. നിന്റെ ഹുബ്ബിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നിന്നോട് ഹുബ്ബ് വെച്ച ആളുകളുടെ ഹുബ്ബിനെ, വിശ്വാസികളുടെ ഹുബ്ബ്, മലക്കുകളുടെ ഹുബ്ബ്, പ്രവാചകന്മാരുടെ ഹുബ്ബ്, ഇതൊക്കെയാണ് നിന്നോട് ചോദിക്കുന്നത്. അതേപോലെ നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളോടുള്ള ഹുബ്ബിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. മറ്റൊരു പ്രാർത്ഥന അങ്ങനെയാണ്, അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗ്ഗം ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. ആ സ്വർഗ്ഗത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ. നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ ഔ അമൽ. ഓരോ ദിവസങ്ങളും എൻ്റെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോകുമ്പോൾ ആ നരകത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന കർമ്മങ്ങളും പ്രവർത്തനങ്ങളും വാക്കുകളുമായി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അള്ളാഹുവിന്റെ സ്വർഗം, വിശാലമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പരലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഗ്യവാന്മാർ വളരെ ലളിതമായ ഹിസാബിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളാണ്.
ഈ റമളാനിൽ നമ്മുടെ ഒരു പ്രാർത്ഥന, വളരെ ലളിതമായ പ്രാർത്ഥന, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. പരലോകത്ത് നീ എന്നെ ലളിതമായി വിചാരണ ചെയ്യണമേ. റസൂൽ പറയുന്നുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഒരാളെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അയാളുടെ സകലമാന ജീവിതവും കീറി മുറിച്ച് വിചാരണ ചെയ്താൽ ലഖദ് ഹലക, അവൻ തൊലഞ്ഞത് തന്നെ. ലഖദ് ഹലക. എന്നാൽ ഭാഗ്യവാന്മാരായ ആളുകൾ അവരെ വിചാരണ ചെയ്യുന്നത് ഹിസാബൻ യസീറ. അപ്പോൾ ഈ റമളാനിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. അല്ലാഹുവേ, നീ എന്നെ ലളിതമായി വിചാരണ ചെയ്യണമേ. അതേപോലെ മറ്റൊരു പ്രാർത്ഥന, മരണശയ്യയിലുള്ള മരണത്തിന്റെ ഘട്ടത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ റസൂൽ പോലും പറയുമായിരുന്നു. മരണശയ്യയിൽ നബി പറഞ്ഞിട്ടുണ്ട്, ഇന്നലിൽ മൗതില സക്രാത്ത്, മരണത്തിന് ചില പ്രയാസങ്ങളുണ്ട്. മരണത്തിന്റെ ഘട്ടത്തിൽ റസൂല് വെള്ളം മുക്കുന്നു, മുഖം തടവുന്നു, വീണ്ടും വെള്ളം മുക്കുന്നു, തടവുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ നബിയുടെ പ്രയാസം കണ്ടുകൊണ്ട് വാ അബത്ത എന്ന് സങ്കടപ്പെടുന്നുണ്ട്. എന്റെ ഉപ്പയുടെ ഒരു പ്രയാസമേ എന്ന്. ഇല്ല ഫാത്തിമ, ഈ ഒരു നിമിഷത്തിന് ശേഷം നിന്റെ ഉപ്പക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും അനുഭവപ്പെടുകയില്ല എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ മരണശയ്യയിലുള്ള പ്രയാസങ്ങൾ, കഷ്ടതകൾ, റൂഹ് വേർപിടുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്രാത്തുൽ മൗത്ത്, സക്രാത്തുൽ മൗത്തിന്റെ മരണത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് നാഥ നീ എനിക്ക് ആശ്വാസം നൽകണമേ. ഞൊടിയിടയിലുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിംനേഷ്യത്തിൽ പോയി എക്സസൈസ് ചെയ്യുന്ന യുവാക്കൾ യാദൃശികമായി മരണപ്പെടുന്ന സംഭവങ്ങൾ നിരവധിയാണ്. രണ്ട് പ്രാർത്ഥന, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്രാത്തുൽ മൗത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൽ ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്യുകയും ഇബാദത്തുകൾ ചെയ്യുകയും ഖുർആനിനോട് കാണിക്കേണ്ട എല്ലാവിധ കടമകളും കടപ്പാടുകളും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മെർമെഡ്യൂക്ക് പിത്താൾ എന്ന് പറയുന്ന UK-കാരനായ ഖുർആനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ലോകത്തുടനീളം ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേറ്റ് വിൽപ്പന നടത്തപ്പെട്ടത് മെർമെഡ്യൂക്ക് പിത്താളിന്റെ പരിഭാഷയാണ്. മെർമെഡ്യൂക്ക് പിത്താൾ ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു യുവാവിനെ അതികഠിനമായി ശകാരിച്ചു കൊണ്ടിരിക്കുന്നു. നല്ല ചെറുപ്പക്കാരനായ ഇദ്ദേഹം നിശബ്ദനായി ആ പ്രായാധിക്യമുള്ള അദ്ദേഹത്തിന്റെ ശകാരം സഹിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട മെർമെഡ്യൂക്ക് പിത്താൾ ഈ യുവാവിനോട് പോയി ചോദിച്ചു, എന്താണ് നിങ്ങൾ ആ മനുഷ്യനോട് ഒന്നും പ്രതികരിക്കാത്തത്? ഇത്രമാത്രം യുവാവായ നിങ്ങളെ വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന അദ്ദേഹം ഇങ്ങനെ ശകാരിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഒന്നും പ്രതികരിക്കുന്നില്ല? ആ യുവാവ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അത് എന്റെ തെറ്റാണ്. അതിനുശേഷം അദ്ദേഹം എന്നെ ചീത്ത പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ തെറ്റായിരിക്കും അത്. അതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായി നിൽക്കുന്നത്. പ്രായാധിക്യമുള്ള ഒരാളെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്നും വേദനിപ്പിക്കരുത് എന്ന് പ്രവാചകന്റെ അധ്യാപനമുണ്ട്. നിശ്ചിത സമയത്ത് ഏറ്റെടുത്ത ബാധ്യത പൂർത്തീകരിക്കണമെന്നും അള്ളാഹുവിന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മെർമെഡ്യൂക്ക് പിത്താൾ ഏതോ ഒരു നൂറ്റാണ്ട് ജീവിച്ച ഒരു മനുഷ്യന്റെ അധ്യാപനങ്ങൾ ഇന്നും ഒരു യുവാവിനെ സ്വാധീനിക്കുന്നുവെങ്കിൽ അതൊരു മാസ്മരിക ഗ്രന്ഥം തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വായിക്കാൻ ആരംഭിക്കുന്നത്.
ഒരു അറബി പണ്ഡിതനെ പോലെ പിന്നീട് അദ്ദേഹം അറബി ഭാഷ പഠിച്ചു. അറബി ഭാഷ പഠിച്ചു എന്ന് മാത്രമല്ല, ഇംഗ്ലീഷിൽ പരിഭാഷയും രചിച്ചു. ഇങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന എത്രമാത്രം ആളുകൾ. പാരമ്പര്യവാദികളായ നമ്മുടെ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് ഇത്തരത്തിലുള്ള റമദാനുകൾ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്യുകയും തദക്കുർ ചെയ്യുകയും പരലോകത്ത് വരുമ്പോ ഖുർആൻ പ്രകാശമായി തീരുകയും ഖബറിൽ വെളിച്ചമായി തീരുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ, ഇബാദത്തുകൾ എല്ലാം ഈ റമദാനിൽ എങ്ങനെയാണോ അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിച്ചത് ആ പ്രതീക്ഷിച്ചതുപോലെ അതല്ലെങ്കിൽ അതിലുപരി തിരിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗബ ചെയ്യാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകുകയും സ്വീകരിക്കപ്പെടുന്ന തൗബകളായി നമ്മുടെ തൗബകൾ അള്ളാഹു സ്വീകരിക്കുകയും പരലോകത്ത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ അസുഖങ്ങളുടെ പ്രയാസപ്പെടുന്ന ധാരാളം ഇസ്ലാഹി പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ ഈ മാർഗത്തിൽ പ്രവർത്തിക്കാൻ എന്തെന്നില്ലായ താല്പര്യവും പ്രതീക്ഷയുമുണ്ട്. അള്ളാഹു പരിപൂർണമായ ആരോഗ്യം അവർക്ക് നൽകുകയും ശിഫ നൽകുകയും ഇസ്ലാഹി മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള, തൗഹീദി മാർഗത്തിൽ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യവും ആഫിയത്തും ദീർഘായുസ്സും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും എല്ലാം മരണം വരെയും അള്ളാഹു ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വമുഖാമ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.